ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ജിൽബാബ് കട്ട് ചെയ്യുന്നതാണ്. ഇതിൽ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വലിയ ആള് ജിൽബാബിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ തുണി 4.5 മീറ്ററാണ്. 4.5 മീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാം. പക്ഷേ അതിൻ്റെ വീതി 40 ഇഞ്ചായിരിക്കണം. 40 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. 140 ഇഞ്ച് നീളവും 40 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസാണിത്. ഇനി നമുക്ക് കൈ കട്ട് ചെയ്യാം. കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുണി ഞാൻ 4ആയി മടക്കിയിട്ടതാണ്. ഇതിൽ നിന്ന് ഇത് 4ആയി മടക്കിയിട്ട് 10 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളവുമുള്ള പീസാക്കിയാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. അതാ 20 ഇഞ്ച് നീളം. കൂട്ടുകാരെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ദേ ഞാൻ ഈ തുണി ഇങ്ങനെ കറക്റ്റിൽ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കാം. അത് താഴോട്ടേക്ക് ഓവർ ലൂസ് ആവുന്നതിനാണ് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത്. ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചിലർക്ക് ഓവർ ലൂസ് ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. ഇനി ഇതും നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തലക്ക് കയറ് വെക്കണമല്ലോ. ആ കയറ് എലാസ്റ്റിക് ഇടാനുള്ള കയറിൻ്റെ അളവ് 23 ഇഞ്ച് നീളവും ഒരു 2 ഇഞ്ച് വീതിയുമുള്ളൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കവറടിക്കണം. ഇതിന് കവറിന് വേണ്ടിയിട്ട് 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുള്ള 2 പീസാണിത്. അതിൻ്റെ ഉള്ളിൽ കയറിടാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു 33 ഇഞ്ച് വീതിയുള്ള 33 ഇഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി ഒരു ജിൽബാബിന് ആവശ്യമായിട്ടുള്ള തുണി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. എന്നാൽ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാധാരണ നിസ്കാര കുപ്പായം, മക്കനെയും കുപ്പായമുള്ള വൈറ്റ് കോട്ടണിലടിക്കുന്ന നിസ്കാര കുപ്പായത്തിൻ്റെ കട്ടിങ് വീഡിയോ, അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.